ഗുഡ് മോർണിംഗ്. ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് തിയറീസ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ, എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന തിയറീസാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫീൽഡാണ്. നമ്മൾ ചാൾസ് ഡാർവിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ബുക്കിനെ പറ്റിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറിയെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ഫീൽഡാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്തുവരെ പഠിച്ചു ഈ ചാപ്റ്ററിൽ? ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, ഒറിജിൻ ഓഫ് എർത്ത്, ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് ആൻഡ് തിയറീസ് റിലേറ്റഡ് ടു ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്. അത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചു. പിന്നീട് എവിഡൻസസ് ഫോർ ഇവല്യൂഷനിൽ കഴിഞ്ഞ ക്ലാസ്സിലും തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിച്ചു? അതിൽ പഠിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് മോർഫോളജിക്കൽ, അനാട്ടമിക്കൽ, പാലൻറ്റോളജിക്കൽ, ബയോകെമിക്കൽ, ബയോജിയോഗ്രഫിക്കൽ, എംബ്രിയോളജിക്കൽ, നാച്ചുറൽ സെലക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് തരത്തിലുള്ള എവിഡൻസസ് കൂടി പഠിച്ചു. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസിനെ പറ്റിയാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്കതിൽ 3 തിയറീസാണ് പഠിക്കാനുള്ളത്. ഒന്ന് ലാമാർക്കിസം, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന ലാമാർക്കിൻ്റെ തിയറി. ഇറ്റ്സ് ഓൾസോ കോൾഡ് ലാമാർക്കിസം ഓർ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ. സെക്കൻഡ് തിയറി ഡാർവിനിയൻ തിയറി ഓർ ഡാർവിനിസം, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ആ ഡയഗ്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതിൽ എക്സാമ്പിൾസ്. പിന്നെ തേർഡ് തിയറി എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ തിയറി ബൈ ഹ്യൂഗോ ഡീവ്രീസ് തിയറി. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് എന്ത് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ലാമാർക്കിസമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം, ലാമാർക്കിൻ്റെ തിയറിയുടെ പേര് വേണം. ലാമാർക്കിസം എന്ന് മാത്രം പോരാ. തിയറി ഓഫ് ലാമാർക്ക് ഈസ് കോൾഡ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ. വാട്ട്സ് ദ മീനിങ്? അക്വേർഡ് ക്യാരക്ടർ മീൻസ് ബൈ ബർത്ത് ഇല്ലാത്ത ക്യാരക്ടറാണ്. ബൈ ബർത്ത് ഇല്ലാത്ത ക്യാരക്ടർ അക്വയർ ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലാമാർക്കിൻ്റെ തിയറിയുടെ പേര് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ എത്താം. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ? അക്വേർഡ് ക്യാരക്ടേഴ്സ് ആർ ഇൻഹെറിറ്റഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പോയിന്റ്. നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ലാമാർക്ക്. ഫുൾ നെയിം എന്ന് പറയുന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്നാണ്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ലാമാർക്ക്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് ഒക്കേർഡ് ബൈ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ. എന്താണ് പറയുന്നത്? ഇവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് ഒക്കേർഡ് ബൈ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ. ഓരോ ജീവികൾക്കും അതിൻ്റെ ലൈഫ് ടൈമിൽ കിട്ടുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അക്വേർഡ് ക്യാരക്ടർ, അത് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്നതാണ് ലാമാർക്കിൻ്റെ തിയറി. അതിന് അദ്ദേഹം 2 എക്സ്പ്ലനേഷനും കൊടുത്തു, 2 എക്സാമ്പിൾസ് വഴി. എന്തായിരുന്നു? ഈ അക്വേർഡ് ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ 2 റീസൺസ് ഉണ്ടെന്നാണ് ലാമാർക്കിൻ്റെ തിയറി. ഒന്ന് യൂസ് തിയറി, ഒന്ന് ഡിസ്യൂസ് തിയറി. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്. ഇത് നിങ്ങൾ പണ്ടേ കൃത്യമായി പഠിക്കുന്ന ടോപ്പിക് ആയിരിക്കും. ഇവല്യൂഷൻ ബൈ യൂസ് ഓഫ് ഓർഗൻസിൽ ലാമാർക്ക് പറഞ്ഞത് ദ ആൻസെസ്റ്റേഴ്സ് ഓഫ് ജിറാഫ് വർ ഷോർട്ട് നെക്ഡ്. ഡ്യൂ ടു സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ദേ സ്ട്രെച്ച്ഡ് ദെയർ നെക്ക്, സോ ദേ ഹാവ് എ ഇലോങ്ങേറ്റഡ് നെക്ക് എന്നാണ് പറയുന്നത്. അതായത് ആൻസെസ്റ്റേഴ്സ് ഓഫ് ജിറാഫ് പണ്ട് എങ്ങനെയായിരുന്നു? സ്മോൾ ആയിരുന്നു, ഷോർട്ടായിരുന്നു. അവ അറ്റ്മോസ്ഫിയറിലൊന്നുമില്ല, മീൻസ് ഏറ്റവും ഗ്രാസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലെ ഗ്രാസൊക്കെ ആയിരുന്നു ആഹാരമാക്കിക്കൊണ്ടായിരുന്നു. ഡയഗ്രം നോക്കാം. പിന്നെ താഴെയുള്ള ഫുഡൊക്കെ തീരുമ്പോൾ എന്ത് ചെയ്തു? അവ പതുക്കെ ദേ സ്ട്രെച്ച്ഡ് ദെയർ നെക്ക്, അവിടെ നെക്ക് ഇലോങ്ങേറ്റ് ചെയ്തു. അങ്ങനെ പോയാണ് ഇന്ന് കാണുന്ന എത്തിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോങ് നെക്ക് ഓഫ് ജിറാഫ് ഈസ് ഡ്യൂ ടു കണ്ടിന്യൂസ് ഇലോങ്ങേഷൻ ടു ഫോറേജ് ലീവ്സ് ഓൺ ട്രീസ്. ട്രീസിൻ്റെ ലീവ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് അവ കണ്ടിന്യൂസ് ആയിട്ട് ഇലോങ്ങേറ്റ് ചെയ്ത് അങ്ങനെ ജിറാഫിന് ലോങ് നെക്ക് കിട്ടി. ദിസ് അക്വേർഡ് ക്യാരക്ടർ വാസ് ഇൻഹെറിറ്റഡ് ടു സക്സീഡ് ജനറേഷൻ. അങ്ങനെ ഒരു കാലത്ത് ജിറാഫിന് ഷോർട്ട് നെക്കായിരുന്നു, പിന്നീട് ലോങ് ആയി. ദിസ് ലോങ് നെക്ക്ഡ് ക്യാരക്ടർ ഈസ് ഇൻഹെറിറ്റഡ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് എന്തായിരുന്നു? ഇവല്യൂഷൻ ബൈ ഡിസ്യൂസിന് ഡിസപ്പിയറൻസ് ഓഫ് ലിംസ് ഇൻ സ്നേക്സ്. ഡയഗ്രം നോക്കാം. സ്നേക്കിന് കാലുകൾ കാണുന്നുണ്ട് അല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. എങ്ങനെ? ക്ലാസ് റെപ്റ്റീരിയയിലെ എല്ലാ ജീവികൾക്കും 4 കാലുകളുണ്ട്. +1 പഠിച്ച കാര്യം ഓർമ്മ ഉണ്ടോ നോക്കുക. ക്ലാസ് റെപ്റ്റീരിയയിൽ വരുന്ന ജീവികൾ അതൊക്കെയായിരുന്നു ഓർഗാനിസംസ്. നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് പറയാവുന്ന ലിസാർഡ്, ക്രൊക്കഡൈൽ, ടോർട്ടോയ്സ്, സ്നേക്ക്. ഇതിൽ സ്നേക്കിന് മാത്രം കാലുകളില്ല, നോ ലിംസ്. അപ്പോൾ ലാമാർക്ക് പറയുന്നത്
ഇലോങ്ങേറ്റഡ് ബോഡിയാണ്, ഫ്രണ്ടിലും ബാക്കിലും ഒരു പെയർ കാലുകൾ ഉണ്ടായിട്ട് വല്ല യൂസും ഉണ്ടോ? ഒരു ട്രെയിനിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും മാത്രം ടയർ ഉണ്ടായിട്ട് വലിയ യൂസൊന്നുമില്ലല്ലോ. സ്നേക്ക് അതുപോലെയാണ്, ഫ്രണ്ടിലും ബാക്കിലും 2 കാലുകൾ വെച്ചുകൊണ്ട് ഒരിക്കലും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല സ്നേക്കിന്. സോ ദേ നെവർ യൂസ്ഡ് ദർ ലിംസ് ഫോർ ലോക്കോമോഷൻ. ദേ സ്ട്രെച്ച്ഡ് ദർ ബോഡി ബൈ ക്രോളിംഗ് മൂവ്മെൻറ്റ് വഴിയാണ് അവ മൂവ് ചെയ്തത്. ഓക്കെ, ക്രോളിംഗ് മൂവ്മെൻറ്റ് വഴിയാണ് ഇവ മൂവ് ചെയ്തുകൊണ്ടായത്. അപ്പോൾ ഈ 2 കാലുകൾ യൂസ് ചെയ്യാറേ ഇല്ല. അങ്ങനെ യൂസ് ചെയ്യാതെ കാലുകൾ കംപ്ലീറ്റ് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും കാലുകൾ ഇല്ലാതായിപ്പോയി. അവസാനം പാമ്പുകൾക്കൊന്നും കാലില്ല. അപ്പോൾ എന്താ ഫസ്റ്റ് തിയറി, യൂസ് തിയറി എന്താ പറഞ്ഞത്? ജിറാഫിന് ഷോർട്ട് നെക്കായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ലോങ് നെക്കായി എന്നാണ് പറയുന്നത്. പിന്നീട് അത് ഇൻഹെറിറ്റ് ചെയ്തു. സ്നേക്സിന് ലിംസ് ഉണ്ടായിരുന്നു, ലിംസ് യൂസ് ചെയ്യുന്നില്ല, ഡിസ്യൂസ് ആണ്, യൂസ് ചെയ്യാതെ പിന്നീട് എന്തായി, അത് ബോഡിയിൽ നിന്ന് ഇറേസ് ചെയ്ത് പോയി. ദാറ്റ് ക്യാരക്ടർ ഈസ് ഇൻഹെറിറ്റഡ്. ഈ രണ്ടും അക്വേർഡ് ക്യാരക്ടേഴ്സാണ്. അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ കാണുന്ന ജിറാഫ് ലോങ് നെക്കാണ്, ഇന്ന് നമ്മൾ കാണുന്ന സ്നേക്കിന് ലിംലെസ് ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും പ്രിമിറ്റീവ് ജിറാഫിനും നെക്കിനും അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായി. റീസൺ പറയുന്നത് ലാമാർക്ക് എന്തായിരുന്നു പറയുന്നത്? അക്വേർഡ് ക്യാരക്ടേഴ്സ് ആർ ഇൻഹെറിറ്റഡ് എന്നാണ് പറയുന്നത്. അക്വേർഡ് ക്യാരക്ടേഴ്സ് ആർ ഇൻഹെറിറ്റഡ് എന്ന് പറയുന്ന ലാമാർക്ക് തിയറി അങ്ങനെയാണ് പറയുന്നത്. This theory was eliminated because it is proved that the characters are inherited only through genes. നമുക്കറിയാം, നമ്മൾ ജെനറ്റിക്സ് ഒക്കെ പഠിച്ചതാണ്. ഫസ്റ്റ് 2 ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ആണെങ്കിലും ജെനറ്റിക്സ് ആണെങ്കിലും മോളിക്കുലർ ബേസ് ആണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ആർ ഇൻഹെറിറ്റഡ് ത്രൂ ജീൻസ് എന്നല്ലേ പഠിച്ചത്. DNA, ക്രോമോസോംസ്, ജീൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലാമാർക്ക് പറഞ്ഞത് ഒരു ഡിസയർ അതുവഴി മാത്രമേ ഇങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും ലാമാർക്ക് പറയുന്ന പോലെ അക്വേർഡ് ക്യാരക്ടേഴ്സ് ഒരിക്കലും ഇൻഹെറിറ്റ് ആവില്ല. ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യണമെന്നാണ് ത്രൂ ജീൻസ് എന്ന് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ദിസ് തിയറി വാസ് എലിമിനേറ്റഡ്. ലാമാർക്കിൻ്റെ തിയറി വേൾഡ് ഫേമസ് ആണ്, എപ്പോൾ ഇവല്യൂഷൻ പഠിക്കുമ്പോഴും നമുക്ക് പഠിക്കാനുള്ളതുമാണ്. പക്ഷേ അത് എന്തായിരുന്നു, എലിമിനേറ്റ് ആയി. കാരണം ക്യാരക്ടേഴ്സ് അക്വേർഡ് ക്യാരക്ടേഴ്സ് അല്ല ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പോയിന്റ്. ക്യാരക്ടേഴ്സ് ആർ ഇൻഹെറിറ്റഡ് ഓൺലി ത്രൂ ജീൻസ് ആണ്, നോട്ട് അക്വേർഡ് ക്യാരക്ടേഴ്സ്. So it is rejected. Second theory, Darwinism, theory of natural selection ആണ്, proposed by ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ ആണ് നമ്മൾ എന്താ പറയുന്നത്, ഫാദർ ഓഫ് ഇവല്യൂഷൻ അറിയപ്പെടുന്നത്. It was based on observation during a sea voyage in sail ship called HMS Beagle. ശ്രദ്ധിക്കുക, ചാൾസ് ഡാർവിൻ ഒരു ഗാലപ്പഗോസ് ഐലൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഫിഞ്ചസ് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഗാലപ്പഗോസ് ഐലൻഡ് അതിൻ്റെ ഒരു കോസ്റ്റൽ മാപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ വിട്ടു. ഒരാളായിരുന്നു ഡാർവിൻ. ഡാർവിൻ അവിടെ പോയ ആ ഷിപ്പിൻ്റെ പേര് വളരെ ഫേമസ് ആയിട്ടുള്ള ഇതാണ്, നമ്മുടെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പഠിക്കാനുള്ളൊരു പേര് തന്നെയാണ് HMS ബീഗിൾ. ഒരു സെയിൽ ഷിപ്പാണ്, പഴയ പായ്ക്കപ്പൽ പോലത്തെ ഡയഗ്രത്തിൽ കാണുന്ന അതേ പിക്ചറാണ് HMS ബീഗിൾ. അപ്പോൾ HMS ബീഗിൾ എന്ന് പറയുന്ന ഷിപ്പിലാണ് ചാൾസ് ഡാർവിൻ അമേരിക്കൻ കോണ്ടിനെൻസിലുള്ള ഗാലപ്പഗോസ് ഐലൻഡിൽ പോയത്. ആൽഫ്രഡ് വാലേസ് had also come to similar conclusion and work of Thomas Malthus on population influenced Darwin. നമുക്ക് എന്താണ് പോയിന്റ് നോക്കാം, അതിനുശേഷം ഈ പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഡാർവിൻ അവിടെ പോയ സമയത്ത് ഡാർവിൻ അവിടെ കുറേ കാര്യങ്ങൾ കണ്ടു. മെയിൻ വർക്ക് ഇതായിരുന്നില്ല, മെയിൻ വർക്ക് വേറെ എന്തായിരുന്നു, കോസ്റ്റൽ മാപ്പ് റെഡിയാക്കാനായിരുന്നു. പക്ഷെ ഡാർവിൻ അവിടെയുള്ള അനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ കാണുമ്പോൾ ഇവല്യൂഷനെ പറ്റി സ്റ്റഡി ചെയ്തു. പിന്നീട് ആൽഫ്രഡ് വാലേസിൻ്റെയും തോമസ് മാൽത്തൂസിൻ്റെയും തിയറീസ് ഇദ്ദേഹം കൂട്ടിയോജിപ്പിച്ചു. അങ്ങനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഡാർവിനെ എന്നാണ് പറയുന്നത്. എന്തായിരുന്നു ഡാർവിൻ്റെ തിയറിയുടെ പോയിന്റ്? ഒരു തിയറി ഇതായിരുന്നു, ബ്രാഞ്ചിങ് ഡിസെൻറ്റ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഓൾ ഓർഗാനിസംസ് ആർ മോഡിഫൈഡ് ഡിസെൻഡൻസ് ഓഫ് പ്രീവിയസ് ലൈഫ് ഫോംസ്. അതായത് ഡാർവിൻ്റെ ഒരു കൺസെപ്റ്റ് ഇതായിരുന്നു, ഇപ്പോൾ കാണുന്ന എല്ലാ ഓർഗാനിസവും പണ്ട് ഉണ്ടായതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. നമ്മൾ പറയാറില്ലേ ശരിക്കും അങ്ങനെ
സോഫ്റ്റ്വെയറൊക്കെ അപ്ഡേഷൻ ചെയ്യാറില്ലേ? അതായത് പണ്ട് ഉണ്ടായിരുന്നു എല്ലാം, അതിൻ്റെയൊക്കെ ഒരു ന്യൂ എഡിഷനാണ് പുതിയത്. അതാണ് ബ്രാഞ്ചിങ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന എല്ലാ ഓർഗാനിസംസും പഴയതിൻ്റെ മോഡിഫിക്കേഷനാണ്. ശരിയാണല്ലോ? നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്കറിയാം. ഇന്നത്തെ മൊബൈൽ ഫോൺ എങ്ങനെയാണ്, ഇന്നത്തെ TV എങ്ങനെയാണ്, ഇന്നത്തെ എയ്റോപ്ലെയിൻ എങ്ങനെയാണ്, അതേപോലെ പഴയത് എങ്ങനെയായിരുന്നു. അപ്പോൾ പഴയത് കണ്ടുപിടിച്ചതിന് ശേഷം അത് മോഡിഫൈ ചെയ്തില്ലേ? അതേപോലെയാണ് ഓർഗാനിസംസും. ഏറ്റവും മോഡേൺ ഹ്യൂമൻ ബീയിങ്ങും ഏറ്റവും പ്രിമിറ്റീവ് ഹ്യൂമൻ ബീയിങ്ങും വ്യത്യാസമില്ലേ? അപ്പോൾ ഡാർവിൻ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഒന്ന് ബ്രാഞ്ചിങ് ഡിസെൻറ്റ്. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? നാച്ചുറൽ സെലക്ഷൻ. ആ ഡയഗ്രം നോക്കുക. കൺസിഡർ എ ബാക്ടീരിയൽ കോളനി എ ഗ്രോയിങ് ഓൺ എ ഗിവൺ മീഡിയം. എ എന്ന് പറയുന്ന ബാക്ടീരിയൽ കോളനി ഉണ്ട്. അതിലൊരുപാട് ബാക്ടീരിയ ഉണ്ട്, ബ്ലൂ കളേർഡ്. 2 എണ്ണം മാത്രം റെഡ് കളേർഡ് റെസിസ്റ്റൻ്റ് ബാക്ടീരിയ. ഇഫ് ദ മീഡിയം കോമ്പോസിഷൻ ഈസ് ചേഞ്ച്ഡ്, മീഡിയത്തിൽ നമ്മൾ വേറെന്തോ ആഡ് ചെയ്തു. ഓൺലി എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ ക്യാൻ സർവൈവ് അണ്ടർ ന്യൂ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എന്തായി? ആ റെഡിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബ്ലൂ കുറേ എണ്ണം നശിച്ചു പോയി, ആകെ ഒരു ഫ്യൂ, അല്ലെങ്കിൽ നമ്മൾ ഡയഗ്രാം നോക്കിയാൽ 4 റെഡ് കളേർഡ് ബാക്ടീരിയ വർ റിമൈൻഡ്. ഓക്കെ, ദിസ് വേരിയൻ്റ് പോപ്പുലേഷൻ, അതാണ് ബി ആയിട്ട് മാറുന്നത്. ദിസ് വേരിയൻ്റ് പോപ്പുലേഷൻ ഔട്ട് ഗ്രോസ് ദ അതേഴ്സ് ആൻഡ് അപ്പിയേഴ്സ് ആസ് ന്യൂ സ്പീഷീസ്. ഇപ്പോൾ കോളനി ബി എത്തുമ്പോഴേക്ക് എന്തായി? റെഡ് കളേർഡ് ബിക്കം മോർ, അതായത് കോളനി ബി ആയി മാറി. ദാറ്റ് ഈസ് ബി ഈസ് ബെറ്റർ ദാൻ എ അണ്ടർ ന്യൂ കണ്ടീഷൻ. കോളനി എ ബ്ലൂ ആയിരുന്നു കുറേ ഉണ്ടായത്, റെഡ് 2 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടുത്തെ മീഡിയം കോമ്പോസിഷൻ മാറുമ്പോൾ റെഡ് സർവൈവ് ചെയ്തു, അവർ റീപ്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെ എണ്ണം കുറേ കൂടി. ബ്ലൂ ആണെങ്കിൽ നശിച്ചു കൊണ്ടുപോയി, വളരെ ഫ്യൂ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് കോളനി എയിൽ ബ്ലൂ ആയിരുന്നു ഒറിജിനൽ സ്പീഷീസ്. കോളനി ബി എത്തുമ്പോഴേക്ക് എന്തായി? റെഡ് ബിക്കം എ ന്യൂ സ്പീഷീസ്. ഇതാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. ഫസ്റ്റ് കൺസെപ്റ്റിൽ എന്തായിരുന്നു? ബ്ലൂ കളേർഡ് ബാക്ടീരിയ വർ സെലക്ട് ബൈ നേച്ചർ. സെക്കൻഡിൽ റെഡ് കളേർഡ്. ഇതാണ് ഡാർവിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഡാർവിൻസ് തിയറിയിലെ പ്രധാനപ്പെട്ട 5 പോയിൻ്റ് ഉണ്ട്. അതൊക്കെയാണ്: ഫസ്റ്റ് പോയിന്റ് ഹെറിറ്റബിൾ മൈനർ വേരിയേഷൻ, സെക്കൻഡ് ഓവർ പ്രൊഡക്ഷൻ. തിയറി ശ്രദ്ധിക്കുക. എന്താ ഹെറിറ്റബിൾ മൈനർ വേരിയേഷൻ മീൻസ്? ചെറിയ വേരിയേഷൻ ഉണ്ടാകുന്നു ജീനിൽ. ഓവർ പ്രൊഡക്ഷൻ, അവർ റീപ്രൊഡ്യൂസ് ചെയ്തു. റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായി, അവ തമ്മിൽ എന്ത് ചെയ്യും? ഫുഡ് കുറയുമ്പോൾ ഫുഡ് കുറയുമ്പോൾ തമ്മിൽ സ്ട്രഗിൾ ചെയ്യും. ഏതാണോ ഫിറ്റ് അത് സർവൈവ് ചെയ്യും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നോക്കാം നമുക്ക്. ഹെറിറ്റബിൾ മൈനർ വേരിയേഷൻ, ഇറ്റ് ഈസ് എയ്തർ ബെനിഫിഷ്യൽ ഓർ ഹാംഫുൾ ടു ഓർഗാനിസം. അതായത് ഓർഗാനിസത്തിൻ്റെ ജനറ്റിക്കലി ഉണ്ടാകുന്ന ചില വേരിയേഷൻ ഉണ്ടായി. ഓക്കെ. ഇനി ഓവർ പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ സൈസ് ഗ്രോസ് എക്സ്പൊണൻഷ്യലി ഡ്യൂ ടു മാക്സിമം റീപ്രൊഡക്ഷൻ. ആ ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായി? ഒരുപാട് എണ്ണം കൂടി. ഒരുപാട് എണ്ണം കൂടി എന്ന് പറയാൻ കാരണം എന്താണ്? മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്തു. കാരണം മാക്സിമം റിസോഴ്സ് ഉണ്ട്, മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്തു. തേർഡ്, ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ് ആർ നോട്ട് ഇൻക്രീസ്ഡ്. ശരിയല്ലേ? ഒരു ഫോറസ്റ്റിൽ റാബിറ്റ് കുറച്ചേ ഉള്ളൂ, ഒരുപാട് ഗ്രാസ് ഉണ്ടായിരുന്നു. അപ്പോൾ റാബിറ്റ് റീപ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് എണ്ണം കൂടി റാബിറ്റിൻ്റെ. അതിനനുസരിച്ച് എന്ത് കുറയും? ഗ്രാസ് കുറയും. അതാണ് പറഞ്ഞത് ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ് ആർ നോട്ട് ഇൻക്രീസ്ഡ്. പോപ്പുലേഷൻ സൈസ് കൂടുമ്പോൾ റിസോഴ്സ് കുറയും. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നമ്പർ കൂടുമ്പോഴാണ് ഫുഡ് സ്കേഴ്സിറ്റി വരുന്നത്. അതെല്ലാ പോപ്പുലേഷനും അങ്ങനെയാണ്. അപ്പോൾ ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ എന്ത് സംഭവിക്കും? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. എന്താണ് ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദ കോമ്പറ്റീഷൻ എമംഗ് ഓർഗാനിസംസ് ഫോർ റിസോഴ്സസ് സോ ദാറ്റ് പോപ്പുലേഷൻ സൈസ് ഇസ് ലിമിറ്റഡ്. ഫുഡ് കിട്ടാതെ വരുമ്പോൾ ഓർഗാനിസംസ് തമ്മിൽ ഫൈറ്റ് ചെയ്യും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇസ് എ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. വിച്ച് വൺ വിൽ സർവൈവ്? ദ ഫിറ്റസ്റ്റ് വൺ വിൽ സർവൈവ്. അതാണ് 5th പോയിന്റ്. ഇൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഓർഗാനിസംസ് വിത്ത് ബെനിഫിഷ്യൽ വേരിയേഷൻ ക്യാൻ യൂട്ടിലൈസ് ദ റിസോഴ്സ് ബെറ്റർ. ഏതിനാണോ മാക്സിമം ഫുഡ് കിട്ടുന്നത് സർവൈവ് ചെയ്യും. ഹെൻസ് ദേ സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. സോ ദിസ് ഈസ് കോൾഡ്
സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ഇറ്റ് ലീഡ്സ് ടു എ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ന്യൂ ഫോംസ് അപ്പിയർ. അങ്ങനെ പുതിയൊരു സ്പീഷീസ് ഉണ്ടാവും. പിന്നെ ഡാർവിൻ ഇഗ്നോർഡ് അബൌട്ട് ഒറിജിൻ ഓഫ് വേരിയേഷൻ ആൻഡ് മെക്കാനിസം ഓഫ് ഇവല്യൂഷൻ ഓർ സ്പീസിയേഷൻ. അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞില്ല, അത് നെഗറ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കണ്ടീഷൻ പറയുന്നത്. ഏത് ഓർഗാനിസംസ് ആയാലും ഈ ഒരു കാര്യമുണ്ട്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റും കോമൺ ആണ്. എക്സാമിന് ചോദിക്കുന്നൊരു പോയിൻ്റ് ഇതാണ്. ഈ 5 പോയിൻ്റ് കണ്ടില്ലേ, ഹെറിറ്റബിൾ മൈനർ വേരിയേഷൻ, ഓവർ പ്രൊഡക്ഷൻ, ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സ്, ഈ 5 പോയിൻ്റ് ബ്രാക്കറ്റിൽ തരും ഇറഗുലറായിട്ട്, കൃത്യമായിട്ടുള്ള ഓർഡറിലല്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ എന്നാണ്. ഈ 5 പോയിൻറ്റും കറക്റ്റ് ഓർഡർ ആക്കാൻ വേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി പഠിക്കുക. ഇതാണ് നമ്മൾ ഡാർവിൻ്റെ തിയറി പറയുന്നത്. ഓക്കെ, ഡാർവിനിസം ഇത്രയുമാണുള്ളത്. അപ്പോൾ ലാമാർക്കിസുമായി ഡാർവിനിസമായി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീവ്രീസ്റ്റ് തിയറിയെ പറ്റി പഠിക്കാം. ഓക്കെ, താങ്ക് യു.